അയ്യോ എനിക്ക് അത് അവിടെ എടുക്കുമ്പോ ഒരു സുഖല്ലേ. അതാണ് ഞാൻ വെളി നോക്കി നടക്കുന്നുണ്ട്. ഒന്നുമേ ചവിട്ടിരിക്കോ. സാധാരണ നേരത്തെ പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ ചേട്ടും കൂടെ കാരണം ആ കലങ്കോളായിട്ടാണ് ഇരിക്കേ. വിശപ്പത്തിനും കൂടുതലുണ്ടാവല്ലോ. അപ്പോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാ. ആയോട്ടാ. അപ്പൊ നമുക്ക് ഇന്നുണ്ടല്ലോ തെങ്ങ് കയറാൻ വന്നിട്ടുണ്ട്. അപ്പൊ തെങ്ങ് കയറാൻ വരുന്ന ദിവസം അറിയാലോ, എന്റെ ചട്ടികളൊക്കെ ഞാൻ വെച്ചിട്ടുള്ളത് തെങ്ങിന്റെ അടിയിലൊക്കെ ആയിട്ടാണ്. അപ്പൊ ഈ ചട്ടികളൊക്കെ മാറ്റി കൊടുക്കണം. അപ്പൊ ഇന്ന് അതാണ് കേട്ടോ എന്റെ എന്താ പറയാ, നല്ലൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പണി തന്നെയാണ്. പക്ഷെ എനിക്ക് അതിലൊരു മടുപ്പൊന്നും തോന്നാറില്ലേ. കാരണം എന്റെ ഇഷ്ടത്തിന് ഞാൻ വെച്ചിട്ടുള്ളതല്ലേ തെങ്ങിന്റെ അടിയിലേക്ക്. അപ്പൊ അത് വേഗം മാറ്റി കൊടുക്കട്ടെ ചേട്ടൻ വരുമ്പോ. തെങ്ങ് കയറുമ്പേ നമ്മള് വിചാരിച്ച പോലെയല്ല, പല സ്ഥലത്തേക്ക് തെറിക്കേ നാളികേരം ഇടുമ്പോ. ചേട്ടനാണെങ്കിലേ തെങ്ങ് കയറാൻ വരുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്നാ വന്നിരിക്കണേ. അപ്പൊ അവിടെ ചേട്ടന്മാരെ വീട്ടിലൊക്കെ കയറി വരുമ്പോഴേക്കും നമുക്കിത് വേഗം നീക്കി കൊടുത്താൽ മതി. വേളി നീ എവിടേക്ക് കിടന്ന് ഓടി നടക്കണേ? ഈ ചട്ടിക്ക് മിണ്ടിട്ടിരിക്കണ വേണ്ട. ഇടയ്ക്ക് ഓരോ നാളികേരം വീണിട്ട് നമ്മളിങ്ങനെ ഇട്ടിട്ടായാലും ഇടയ്ക്ക് ഓരോരുത്തർ വരെ അപ്പൊ സംഭവിക്കേണ്ടത്. നമ്മുടെ സിംബ കരയണ സൗണ്ടായിട്ട് ഇടയിൽ കേൾക്കണത്. ഇവിടെ നിന്ന് കരയുണ്ട് നിന്റെ മോനു. അവന്റെ അടുത്ത് എപ്പോഴും മിണ്ടി വർത്താനം പറഞ്ഞിരുന്ന അവന്റെ ഒരു കരച്ചിലും ഇല്ല. നമ്മള് മിണ്ടാതിരുന്ന അപ്പൊ തുടങ്ങും കരച്ചില്. പ്രത്യേകിച്ച് എന്നെ പുറത്ത് കണ്ടേരുന്നു. അമ്മ ഇവിടെ ഉണ്ട്, കാണുന്നില്ല എന്റെ മോനെ. അമ്മയല്ലേ പണിയുടെ പൊന്നോ. ഈ അമ്മ അമ്മ എന്ന് വിളിച്ചോണ്ടിരിക്കവേ. നോക്കിയേ എന്റെ മോനോ, എന്റെ മോനോ. അമ്മേനെ കാണാലേ പൊന്നൂന്നെ, പിന്നെ എന്തിനാ കരയണേ? എന്റെ മോൻ കരയണ്ട, വരണ്ട അമ്മ. അമ്മ വരണ്ട്, മോന്റെ അടുത്തേക്ക് വരണ്ട്. ഭാഗത്തെ ഒരുവിധം കഴിഞ്ഞു. ഇനിയിപ്പോ ബോഗൻവില്ല അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അവിടേക്ക് അങ്ങനെ ചട്ടികളിൽ ചെറുക്കില്ല. നല്ലൊരു 3-4 ചട്ടി മാറ്റി കൊടുത്താൽ മതിട്ടാ. ബാക്കിയുള്ളൊന്നും മാറ്റണ്ട നമുക്ക്. കാരണം ചിലപ്പോ ഈ കിണറിന്റെ ഈ തിണ്ടത്ത് അങ്ങ് തെറിച്ചിട്ടേ ഇങ്ങോട്ട് വരും. അപ്പൊ അത് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചാൽ മതി, ഈ സൈഡിലേക്ക്. എന്തടാ എനിക്ക് അവൾക്ക് അറിയുമ്പോഴേ ഭയങ്കര വിഷമാ. അതേപോലെയാണ് കറിയാ. അപ്പൊ ഈ സൈഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ആ സൈഡ് വീടിന്റെ ചുറ്റുണ്ട് അതേപോലെ കേട്ടാ. എന്താ പേളി? അവന്
ഞാൻ അപ്പുറത്തെ തെങ്ങിന്റെ അവിടെ അപ്പുറത്തെ സൈഡിൽ പണിതപ്പോ അവിടെ വന്നിരുന്നത്. ഇപ്പുറത്തേക്ക് ഞാൻ പോന്നപ്പോ നോക്കി ഇപ്പുറത്ത് വന്നിരുന്നു. ഇങ്ങനെ ഭയങ്കര സ്നേഹം. നമ്മളെ സ്നേഹിച്ച് കൊല്ലാന്ന് പറയുന്നത് സിംബയാണ്. ഇപ്പൊ സിംബയുടെ കരയാൻ കൂടുതൽ കാരണം ഉണ്ട് കേട്ടാ. നോക്കി എന്റെ അടുത്ത് ആരാ നിക്കണേന്ന്. എന്താ അവൻ അവിടെ നോക്കുമ്പോ ഇവരെന്നെ അടുത്ത് കാണല്ലേ. അവന് കാണാല്ലേ എന്റെ ചുറ്റിപ്പറ്റി ഇവര് നടക്കണത്. ഇതുകൂടി കാണുമ്പോഴാണ് അവന് എത്രയും സങ്കടം. ഞാൻ ഇവരെ സ്നേഹിക്കുന്നത് അവന് കണ്ടുകൂടാ, അവനെ സ്നേഹിക്കുന്നത് ഇവർക്ക് കണ്ടുകൂടാ. അങ്ങനെ ഫുൾ പരാതികൾ മാത്രമാണ് നമ്മുടെ അവിടെ. പൈസ ഇനി നമ്മുടെ ഈ സൈഡിലേ ഈ ചട്ടികളൊന്നും എല്ലാതും മാറ്റില്ല കേട്ടാ. കാരണം ഇതൊന്നും പെട്ടെന്ന് പട്ട വീണ കഴിഞ്ഞാൽ പൊട്ടില്ല. നല്ല വാർക്ക ചട്ടികളാണ്. പിന്നെ ഈ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലത് വീണാൽ തന്നെ ഇങ്ങനെ ചായുള്ളൂ, ഒടിച്ചിൽ സംഭവിക്കില്ല. അത് കാരണം ഇതിന് ചുറ്റുള്ള ചെടികൾ മാറ്റണ്ട. നമ്മുടെ ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് നമ്മുടെ കൊങ്കിണി വെച്ച് കൊടുത്തിട്ടുണ്ട്, അവരെ മാത്രം മാറ്റിയാൽ മതി. കൊങ്കിണിക്ക് ഞാൻ വെട്ടി നിർത്തിയിരിക്കുക. ചട്ടികളൊക്കെ ഒരുവിധം നമ്മുടെ ഈ ഒരു രണ്ട് സൈഡ് ഫുള്ള് കഴിഞ്ഞ് ഇനി അപ്പുറത്തെ ഒരു സൈഡിലും കൂടി ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ചട്ടികൾ മാറ്റി കൊടുത്തു. അപ്ലിക്കാച്ചാറിന് തെങ്ങേറി വരാറാവണല്ലോ കേട്ടാ. ഞാൻ ഇങ്ങോട്ട് പോവാം, നമുക്ക് ആ സൈഡിലേക്ക് കൂടി. അംബ്രൂസി എന്ത് വേണ്ട ടൈസ? ടൈസിന് പാപ്പുവാനാ? വരാം തായ് വയ്യ വരാം, വാ. എന്താ അംബ്രൂസിന് വേണ്ടേ? ഫുഡൊന്നും വേണ്ട അവർക്ക്. വെറുതെ എന്റെ പിന്നാലെ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വേണ്ട കഴിക്കാനൊന്നുമല്ല, എന്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുക. ഞാൻ വിചാരിച്ചു ഞാനല്ലേ ചട്ടി എടുത്ത് വെച്ചേ, എനിക്ക് തന്നെ കിതപ്പായി ചെയ്യാണ്ടായി. ഇവരെന്റെ പിന്നാലെ കുറെ ഓടിയതാണല്ലോ വെച്ചിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുത്തപ്പോ നോക്കിയാൽ ടൈസിന് മാത്രം മതി, ഇവർക്ക് ആർക്കും വേണ്ട. ടൈസും കഴിച്ചോട്ടെ. അതെ അംബ്രൂസിന്റെ ലോറയുടെ വേണ്ട ഫുഡ്. ഇവിടെ ഈ ഒരു സൈഡിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ, കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട്. കാരണം അതൊക്കെ വലിയ ചട്ടികൾ അങ്ങോട്ടൊക്കെ വീഴും. എല്ലാവരും ചോദിക്കാനൂടെ ഇത് എന്തിനാണ് ഇതിന്റെ അടിയിൽ ഇപ്പൊ ഇങ്ങനെ ചട്ടി കൊണ്ട് വെക്കണേന്ന്. പക്ഷേ അതിപ്പോ എന്താണാവോ, അതിരിക്കുമ്പോ ഒരു ഭംഗിയുണ്ട്, ഒരു വൃത്തി തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടിയാലും തെങ്ങിന്റെ അടിയിലായാലും ഞാൻ ചട്ടികളൊക്കെ ഇങ്ങനെ വെക്കണേട്ടെ. തെങ്ങ് കയറാൻ വരുന്ന ഒരു സമയത്ത് മാത്രല്ലേ നമ്മളിങ്ങനെ ആക്കണ്ടോന്ന് വെച്ചിട്ടേ. മതിയായി പോലെ നമ്മളെ ഇവിടത്തെ ചട്ടി, അതായത് അവിടത്തെ ചട്ടികളൊക്കെ എടുത്ത് വെച്ച് ഇവിടത്തെ ചട്ടികൾ എടുത്ത് വെച്ച് കഴിയുമ്പോഴേ ചേട്ടൻ തെങ്ങാറാൻ വന്നിട്ടാ. തെങ്ങ് കയറി തുടങ്ങി. ഞാൻ അത്രയും സ്പീഡിലാണ് ചെയ്താ. കാരണം നമുക്ക് അവര് വന്നിട്ട് നമ്മുടെ ചട്ടികൾ തീക്കി വെക്കണ വരെ അവരെ വെയിറ്റ് ചെയ്ത് നിർത്താന്നൊക്കെ പറയുമ്പോഴേ എന്തോ ഒരു വിഷമം പോലെ, അതാണ് കൂടുതൽ.
ഇന്നേ നമുക്ക് തെങ്ങ് കയറുന്ന ചേട്ടൻ സാധാരണ നേരത്തെ പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ ആ ദിവസത്തെ ഫുള്ള് പണികൾ കഴിച്ചു വെക്കും. ഇന്നിപ്പോ ചേട്ടൻ പറയാണ്ട് വന്ന കാരണം രാവിലത്തെ കഴിഞ്ഞിട്ട് ഉച്ചയിലേക്കുള്ള ഒന്നും വെച്ചിട്ടില്ല. അപ്പൊ തെങ്ങ് കയറി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇനി. ആ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു കറിയൊക്കെ വെക്കാം. നമ്മുടെ പീച്ചിങ് പൊട്ടിക്കണ കുറച്ച് പച്ചമുളകൊക്കെ ആയിട്ടുള്ള ഒരു കറികൾ വെക്കാട്ടാ. പൊട്ടിക്കാം നമുക്ക്. കുട്ടികളെ കവിട് നനച്ചു തരാട്ടാ. കുറച്ച് കഴിട്ടെ. വെളി നോക്കി നടക്കണട്ടോ. ഒന്നുമേ ചവിട്ടിരിക്കോ. ഒരു പീച്ചിങ് മതിട്ടോ നമുക്ക്. പിന്നെ നോക്കിയേ പീച്ചിങ് ഉണ്ടാവണേ. അതേടാ ഇത് പീച്ചിങ് ആണ്. പിന്നെ ഇതേപോലെ ആട്ടെ ചെറുതിൽ നമുക്ക് ഒന്നും അറിയില്ല. പീച്ചിങ്ങയുടെ ആ ഒരു ഷേപ്പ് വേണ്ട നമുക്ക് തോന്നുന്നത് എങ്ങനെ ഇത് ആവണേന്ന്. ഈ ഒരു സംഭവമാണ് ഇതേപോലെ വലുതായി വരുന്നത് കേട്ടാ. പിന്നെ അതേപോലെ നമ്മുടെ തടിയും കുമ്പളങ്ങ ഉണ്ടാവണൊക്കെ എന്താ ദേ ദേ അതേ അത്രയും വലുതാവുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ തടിയും കുമ്പളങ്ങ കണ്ടവർക്ക് അറിയാം എത്ര നീളായിരുന്നു. അതേപോലെ അതെ തടിയും കുമ്പളങ്ങ ഉണ്ടാവുന്നുണ്ട്. ഇനിയിപ്പോ വേഗം പച്ചമുളക് നമുക്ക് പൊട്ടിച്ച വീട്ടിലിരിക്കുന്നുണ്ട്. വേഗം കറി വയ്ക്കട്ടെ. അതായത് തെങ്ങ് കയറി കഴിഞ്ഞാൽ ആ ദിവസം തന്നെ എല്ലാം വൃത്തിയാക്കി ഇടും. അവിടെ ഇടില്ല. കാരണം നമുക്ക് ഫ്രണ്ടില് 2 തെങ്ങ് എന്ന് പറഞ്ഞാൽ അവിടെ അലങ്കോലമായിട്ട് കിടക്കും. അപ്പൊ തെങ്ങ് കയറുന്ന ദിവസം വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ആ പണി വൃത്തിയാക്കി ഇടും. അപ്പൊ ഞാൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് തെങ്ങ് കയറി വന്നു കഴിഞ്ഞാൽ സുഖമായിരുന്നു ഭക്ഷണമൊക്കെ കഴിക്കാമല്ലോ. അപ്പൊ വെക്കാം നമുക്ക്. അച്ഛടാ കുട്ടികൾക്ക് എന്നിട്ട് വേണ്ട 2 ചീരയുടെ കഷ്ണം പൊട്ടിച്ചേരാം. വാ നമ്മുടെ ഈ ഭാഗത്തെ ഭയങ്കര പാവാ. ടർക്കികൾക്ക് ഭയങ്കര സാമർത്ഥ്യം. അവര് വേഗം വന്ന് മേടിച്ചു പോകും. കണ്ട വയ ഒരാൾ മേടിക്കാൻ വേണ്ടി അവരെ ഓടിപ്പിക്കാൻ പോയില്ലേ ഇങ്ങോട്ട് മേടിച്ചു. കണ്ട ഭാഗത്ത് പാവട്ടാ. ഇവ മാത്രം തിന്നു. കുഴപ്പം ഇട്ട് കൊടുക്കുമ്പോ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കും നമ്മള്. ഞാൻ പറഞ്ഞല്ലോ നമ്മള് മുളക് കൊണ്ടുള്ള ഒരു കറിയും കൂടിയാണ് ഉണ്ടാക്കണെന്നുള്ളത്. അപ്പൊ നമുക്ക് മുളകിനെ വെറുതെ ഇങ്ങനെ നടു കീറിയിട്ട് ഒന്നെടുക്കാട്ടാ. അതായത് ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളത് നമ്മുടെ കിഴക്കമുളക് നീളമുള്ള പച്ചമുളക് ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. ഒരു 8 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ എന്താ പറയുക പീച്ചിങ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പീച്ചിങ് എങ്ങനെ കറി വെക്കാമെന്ന് കാണിക്കുക എന്നുള്ളത് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ മുന്നേക്ക് പലവട്ടം കാണിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് കാണിക്കാം. ഈ പീച്ചിങ്ങയുടെ ഈ മുകളിലേക്ക് പോലെ എടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ കളയണം കേട്ടാ. പിന്നെ പീച്ചിങ് അധികം മൂത്ത് പോയാലൊന്നും രസം ഉണ്ടാവില്ല. അങ്ങനെയുണ്ട്. അപ്പൊ ചെറുതായിട്ട് ഒന്ന് കളയാം നമുക്ക്. ഇതേപോലെ കേട്ടാ. പിന്നെ അതേപോലെ ഈ ഒരു ഭാഗം കളഞ്ഞു. ഈ ഒരു ഞെട്ട് ഭാഗവും കളഞ്ഞു കേട്ടാ. പിന്നെ നമുക്കിങ്ങനെ നടു മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതിൻ്റെ ഉള്ളിൽ ചോറ് പോലത്തെ അത് മൂത്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് കളയണ്ടോട്ടെ. ഇപ്പൊ ഇത് ചള്ളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ ചോറൊന്നും കളയണില്ല. നമുക്ക് ഇങ്ങനെ തന്നെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. മൂത്തിട്ടുണ്ടെങ്കിൽ ഒന്നിനും കൊള്ളില്ല കേട്ടോ. ഇതിന്റെ കുരുന്ന് മൂത്ത് കഴിഞ്ഞാൽ കറി വയ്ക്കാൻ കൊള്ളില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാം. ഇതേപോലെ ചെറുതാക്കി നുറുക്കിയെടുക്കാം കേട്ടാ. ഉള്ളിയും വേപ്പിലേക്കും കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് ചതച്ചെടുക്കും. അതിനുശേഷം ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഉള്ളി വേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മുളകൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ അരിഞ്ഞ പീച്ചിങ് ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. തുടക്കം നമ്മൾ നന്നായി ഇളക്കി കൊടുത്ത് നമ്മളിത് മൂടി വെച്ചിട്ടാണ് വേവിക്കുക. ഒന്ന് നന്നായിട്ട് ആവി വന്ന് കഴിയുമ്പോൾ നമ്മളിത് തുറന്ന് എടുത്ത് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കും. കാരണം പീച്ചിങ്ങിൽ നന്നായിട്ട് വെള്ളം വരും. ഇനി നമ്മൾ മൂടി വയ്ക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ. ഇങ്ങനെ തന്നെ തുറന്ന് വെച്ചിട്ടാട്ടോ നമ്മളിനി വേവിക്കുക. തൊട്ടപ്പുറത്ത് ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം വെള്ളം വറ്റിനോട് കൂടി അടിയിൽ പിടിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് വെള്ളം വരും പീച്ചിങ്ങയില്. വെളിച്ചെണ്ണയ്ക്ക് ഇത് അവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടാ. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ കുറച്ച് വയ്ക്കാട്ടോ നമുക്ക് ഈ സമയത്ത്. പിന്നെതാ ഒരു 6 മണി ഉലുവ, അതേപോലെ തന്നെ ഒരു നുള്ള ജീരകം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മൾ പച്ചമുളക് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടാ. പച്ചമുളക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പച്ചമുളകൊക്കെ ഇടുമ്പോ ഒന്ന് നീങ്ങിന്നോളോ, മേലേക്ക് പൊട്ടിത്തെറിക്കും. ഇത്തിരി അകലെ നിന്നിട്ട് വേണം നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ. നമ്മുടെ പീച്ചിങ്ങേൽസ് നോക്കിയ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പീച്ചിങ്ങ തോര റെഡി ആയിട്ടാ. ഇത്രേ വേണ്ടോ, നമുക്കിതാ മൂടിക്കാം. ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടാ. മുളകൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതായത് മുളക് പൊടിയാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണേ കേട്ടാ. നമ്മളിതാ ഒരു 3/4 ടീസ്പൂണിന്റെ അടുത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടാ. ഒരു 1/4 ടീസ്പൂണിന്റെ അടുത്തേക്കാണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതാ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊക്കെ പൊടികൾ ഇടുമ്പോൾ തീ കുറച്ച് വെച്ചോളൂ. പിന്നെ നമ്മൾ കായപ്പൊടിയാണ്. കായപ്പൊടി അതിലതാ ഒരു 1/4 ടീസ്പൂണിന്റെ അടുത്തേക്ക് മതിയിട്ട് കായപ്പൊടി കൂടി പോവണ്ട. ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഇതിലേക്കുണ്ടല്ലോ ഇതാ തൈര്, നന്നായിട്ട് കട്ടുടച്ചിട്ടുള്ള തൈര് അത്യാവശ്യം ഒരു തുണ്ട അളവിലാണ് നമ്മൾ ആക്കിയെടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഇനി നമ്മള് എന്താ പറയാ, തീ കത്തിക്കില്ല. ഗ്യാസ് ഞാനിതാ ഓഫ് ചെയ്തു. നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ തൈര് എന്ന് പറഞ്ഞാൽ അധികം പുളിയില്ലാതെ തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിതാ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടാ. ഇളക്കി കൊടുത്ത് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം. ഇത്രയേ വേണ്ടോ, വേറെ ഒന്നും ചെയ്യണ്ട. തീ കത്തിക്ക് ഒന്നും ചെയ്തിരിക്കോട്ടെ. നല്ലൊരു രസമാണ്. നമ്മളിത് ഈ ചൂടോട് കൂടി തന്നെ നമ്മളിത് ഇങ്ങനെ അടച്ചു വെക്കണം. എന്നിട്ട് ഉണ്ണാനായിട്ട് എടുക്കുന്ന സമയത്താണ് ശരിക്കും നല്ലൊരു മണോ നല്ല ടേസ്റ്റ് ആയിട്ട കറി. നമ്മുടെ തോരനെല്ലാം മെഴുക്ക് പുരട്ടി. അപ്പൊ നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡിയായി. ഇനിയിപ്പോ തെങ്ങ് കയറി ചേട്ടൻ പോയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ചെല്ലാണ് അവിടെ വൃത്തിയാക്കാനായിട്ട്. കാരണം കുറെ നേരം ഇരുന്നില്ല. എന്താ പറയാ, ഫ്രണ്ടിലായ കാരണം ആകെ അലങ്കോലായിട്ടാണ് ഇരിക്കുക. അപ്പൊ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഇറങ്ങാം കേട്ടാ. അപ്പൊ നോക്കിയേ, നന്നായിട്ട് പട്ടയും എന്താ പറയാ നാളികേരൊക്കെ വെട്ടിയിട്ടുണ്ട്. കാരണം നമുക്ക് കല്യാണം വരുന്നല്ലോ. തൊട്ടിപ്പുറത്ത് ചേട്ടന്റെ രണ്ടാമത്തെ ചേട്ടന്റെ മോന്റെ കല്യാണമാണ് വരുന്നത്. അപ്പൊ നമ്മളിവിടെ ഒരുവിധം കൊഴിയാൻ നിക്കണതും ഇത്തിരി മൂപ്പ് കുറവുള്ളതായാലും ഒക്കെ വെട്ടിട്ടോളാൻ പറഞ്ഞിട്ട് ഇതാ നന്നായിട്ട് കൂടുതൽ തന്നെ വെട്ടിയിട്ടുണ്ട് പട്ടയൊക്കെ ഇട്ടാ. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇത് ചാമ്പ. ഈ ചാമ്പയുടെ കാര്യം പറയാം. ഇത് നമ്മൾ 1 മാസം മുന്നാണ് ഞാൻ ഈ ചാമ്പയുടെ വീഡിയോ കാട്ടിയത്. നിറച്ച് പൂവും കായൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഇതാ വീണ്ടും നോക്കിയേ, പൂവൊക്കെ ഉണ്ടായി കൊഴിഞ്ഞ് ഇതൊക്കെ കായാവാനുള്ളതായിട്ട് ഇവിടെ എല്ലാവരും നമുക്ക് നോക്കിയറിയാതെ ഉണ്ടാകും. ഇങ്ങനെയാ നിറച്ചുണ്ടാവും. മുകളിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പോലെ ഉണ്ടാവും. അതാ മുകളിലേക്കൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കൊമ്പുമ്മില് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും കായകൾ ഉണ്ടായി നിൽക്കട്ടെ. കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷെ നമുക്ക് ഒന്ന് വലുതായിട്ടൊന്ന് അതിന്റെ ഒരു വളർച്ചയുണ്ട്. അത്തിരി വലുതാവാന്നുള്ളൊരു നല്ല വലിപ്പം വരും. ഏതാണ്ട് നമ്മുടെ കൈത്തള്ളയുടെ ഈ കൈവള്ളില്ലേ, കൈവെള്ളയുടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര വലിപ്പം ഉണ്ടാവും. അതായത് ഏതാണ്ട് ഒരു ആപ്പിളിന്റെ നല്ല അത്ര വലിപ്പം വരും. അത്രയും ഭംഗിയാണ് കാണാനായിട്ട്, അത്രയും ടേസ്റ്റാണ്. പക്ഷെ ഒന്നും നമുക്ക് കഴിക്കാൻ കിട്ടില്ല. കാരണം ഈ അണ്ണാമാരും ഒക്കെ ആയിട്ട് ഒക്കെ നിന്ന് തീർക്കും. ഇപ്പൊ ഞാൻ താഴത്ത് തീ നിൽക്കുന്നതൊക്കെ കാണിച്ചില്ലേ, ഇതിപ്പോ നമ്മൾ കവറൊക്കെ ഇട്ട് നിർത്തും. പക്ഷെ കവറിട്ട് നിർത്തുമ്പോഴേ പെട്ടെന്ന് അത് പഴുക്കുക. അതായത് അതിനൊരു മൂപ്പ് വന്നിട്ട് നമുക്ക് പഴുത്ത് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് താഴത്തുണ്ടായിട്ടും ഗുണമൊന്നുമില്ല കേട്ടാ. നിറച്ചിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ എന്തായാലും നമുക്ക് പട്ടയ്ക്ക് വേഗം വെട്ടി മാറ്റാം. നമുക്ക് പട്ട അങ്ങനെ തന്നെ വലിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ ചെടികളുടെ ഇടയിൽ കൂടെ ഒക്കെ ആവുമ്പോ ബുദ്ധിമുട്ടാണ്. അപ്പൊ വെട്ടി ഒതുക്കിയിട്ട് ഒരു നമുക്കിങ്ങനെ ഒതുക്കി പിടിക്കാവുന്ന രീതിയിൽ ആയിട്ട് കൊണ്ടുപോകാനാ.
നല്ല ഉണങ്ങിയ പട്ടകളൊക്കെ ഉണ്ട് ട്ടാ. അതൊക്കെ നമ്മൾ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കും. നല്ല സുഖാണേ. കാരണം ഇപ്പൊ നല്ല വേനലായി കാരണം അത്ര ഉണങ്ങിട്ടല്ലേ ഇരിക്കണേ. പച്ചപ്പട്ട വെട്ട സുഖം, ഉണക്കപ്പെട്ട വെട്ട ഇത്തിരി ബുദ്ധിമുട്ടാ. അല്ലു ഉണ്ടായിരുന്നു ഇവിടെ. അവളിതിന്റെ ഇടയിൽ കൂടെ ഓടി കളിക്കാൻ നിൽക്കുക. തെങ്ങ് കയറുമ്പളേ നമുക്ക് കത്തിക്കാൻ പറ്റിയ നല്ല നല്ല കണ്ടാ ഇതൊക്കെ അടുപ്പിൽ വെച്ചിട്ട് തീ കൂട്ടാനൊക്കെ നല്ല സുഖ. ഇതിപ്പോ അർബാനയിൽ വെച്ചതല്ലായിരുന്നു. അതിന് നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോഴും പറമ്പിലേക്ക് കിടക്കുമ്പോ പറ്റില്ല. അതാണ് കൂടുതൽ നമ്മളിങ്ങനെ വാരി വലിച്ചു കൊണ്ടുപോകേണ്ട വരുന്നത്. ഈ പട്ടിക്ക് ഒതുങ്ങി 4:30 പറക്കി കൊണ്ടിട്ടിട്ട് പട്ടി കൊണ്ട് പറമ്പിൽ പോകുള്ളൂട്ടാ. നമ്മളെ തൽക്കാലം ഇവിടെ ഇടാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മൾ നാളികേരൊക്കെ ഇടുക. ആ ചെറിയ റൂമുണ്ട് നമുക്ക് നാളികേരം ഇടാൻ. പക്ഷെ അവിടെ ഉണങ്ങിയ നാളികേരം എടുക്കുന്നുണ്ട് മുന്നത്തെ. ആ ഉണങ്ങിയ നാളികേരത്തിന് ഇങ്ങോട്ട് ഇട്ടിട്ട് വേണം പിന്നെ ഈ പച്ച നാളികേരം അങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട്. തൽക്കാലം ഞാൻ ഇവിടെ ഇടാണ്. അത് വേറെ ദിവസം നിന്നിട്ട് അത് ചെയ്യാന്ന് വെച്ചിട്ടാ. അത്യാവശ്യം ഇത്തിരി ഉണക്കുള്ള നാളരേക്കാരനെ അധികം വലിയ വെയിറ്റ് തോന്നണില്ല കേട്ടാ. അത് കാരണം ഞാൻ കൂടുതൽ ഇങ്ങനെ എണ്ണം പറക്കിയിരുന്നേ. അംബ്രൂസേ നീക്ക് കാലത്ത് തുടങ്ങിയതല്ലേ? അയ്യോ, ഞാനേ ഷായിട്ട് തൃശ്ശൂര് പോയിക്കായിരുന്നു. ഷായിട്ടിന് ഒഴിവുള്ള ദിവസം ഒന്നല്ല കേട്ടാ. അപ്പൊ ഞാൻ ഇട ദിവസങ്ങളിലോ പെട്ടുപോകും. അപ്പൊ ഷായിട്ടും കുടിച്ചാ? ഞാൻ കുടിച്ചു. ഞാൻ അവിടെ വെച്ച് കുടിച്ചിട്ട് ഒരെണ്ണം വരുന്നത്. എന്തായാലും നമ്മുടെ കാലത്ത് നേരത്തെ ഈ തുടങ്ങിയ പണികളല്ലേ അത്. സ്മിതയ്ക്കാണെങ്കിൽ തീരെ ഒഴിവുണ്ടായിട്ടില്ല. അപ്പൊ എന്തായാലും കരിക്ക് തെങ്ങ് കയറാൻ വന്നുള്ള ആള് ഇട്ട കാരണം പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഇടും വേണ്ടല്ലോ. അതെ, ഇത് ഫിറ്റ് എനിക്ക് അത് അവിടെ കിടക്കുമ്പോ ഒരു സുഖല്ലേ. അതാണ് ഞാൻ വേഗം ചെയ്ത. പിന്നെ അല്ല ഷായേട്ടനോ ഒഴിവൊന്നും ഇല്ലല്ലോ. ഷായേട്ടനും രാവിലെ തൊട്ട് ഷായേട്ടൻ്റെതായ കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പണിസ്ഥലത്തെ പണികളുണ്ട്, നമ്മുടെ പറമ്പിലത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇത് വെട്ടി തന്നിട്ട് ഷായേട്ടൻ്റെ പണിസ്ഥലത്തേക്കാണ് പോണതേ.
കഴിഞ്ഞിട്ടില്ല ഷൈഡാ. ഞാൻ ഒതുക്കിയതാന്നുള്ളത്. ആ ഒരു തെങ്ങിന്റെ കട വൃത്തിയാക്കല് കഴിഞ്ഞുട്ടാ. ഇനി ഈ ഒരു ഭാഗം പെട്ടെന്ന് പട്ടെടുത്തപ്പ എന്റെ ഇവിടെ വന്ന് അടിച്ചു. ഞാനുണ്ടല്ലോ നമ്മുടെ എന്താ പറയാ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കെടുത്തുട്ടാ. അപ്പൊ നമ്മുടെ മോരും അതായത് പച്ചമുളകൊക്കെ ഇട്ടത് ഇങ്ങനത്തെ ഒരു മുളകൊക്കെ ഇല്ല, നല്ല രസമായിട്ട് ഇത് ഇങ്ങനെ ചോറിലൊക്കെ തിരുമ്പി കൂട്ടി കഴിക്കാനായിട്ട്. നമ്മുടെ തോരനൊക്കെ അടിപൊളിയാണ്. ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. രസമുള്ള കറിയാട്ടാ. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ വിശപ്പ് ഇത്തിരി കൂടുതലുണ്ടാവല്ലോ, അപ്പൊ ടേസ്റ്റ് നന്നായിട്ട് കൂടുതലും തോന്നുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം കേട്ടാ.